ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് സെക്കൻഡ് ഇയറിൻ്റെ 5ാമത്തെ കെമിസ്ട്രിയുടെ ചാപ്റ്ററായ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഈ ഒരു ഭാഗത്തിൽ 2 പാർട്ടുകളായിട്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടിലും കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ബേസിക് ആയിട്ടുള്ള അവരുടെ ക്ലാസിഫിക്കേഷൻ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതിനുശേഷം ലിഗാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് ലിഗാൻഡ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, IUPAC നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, അതോടൊപ്പം കോർഡിനേഷൻ കോമ്പൗണ്ടിൽ കണ്ടുവരാറുള്ള സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമറിസത്തിന്റെ ചോദ്യങ്ങൾ. ഇത്രയും ഭാഗത്തെ ക്വസ്റ്റ്യനുകളാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന സെഷനിൽ, 2ാമത്തെ സെഷനിൽ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ബോണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അവരുടെ രണ്ടുപേരുടെയും ഡീമെറിറ്റ്സുകൾ, അതിനുശേഷം മെറ്റൽ കാർബണൈൽസിന്റെ ബോണ്ടിങ്, പിന്നെ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ്. ഇത് 2ാമത്തെ സെഷനിലാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക്, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ആദ്യം കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ആദ്യത്തെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടൊരു ചോദ്യമാണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡബിൾ സോൾട്ട് ആൻഡ് എ കോംപ്ലക്സ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോംപ്ലക്സുകൾ എന്ന് പറയാം. നമുക്ക് ഡബിൾ സോൾട്ടുകൾക്ക് ലാറ്റിസ് കോമ്പൗണ്ടുകൾ എന്നും പറയാറുണ്ട്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ടും ഡബിൾ സോൾട്ടും രണ്ടും അഡീഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ജനറൽ കാറ്റഗറിയിൽ പെടുന്ന 2 ടൈപ്പുകളാണ്. അപ്പൊ അഡീഷൻ കോമ്പൗണ്ട്സുകളെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് ഡബിൾ സോൾട്ട്സ് ബോത്ത് ആർ ബിലോങ്സ് ടു അഡീഷൻ കോമ്പൗണ്ട്സ്. രണ്ടും അഡീഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ജനറൽ ക്ലാസ്സിൽ പെടുന്ന സ്ട്രക്ചറുകളാണ്. അഡീഷൻ കോമ്പൗണ്ട്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോംപ്ലക്സസ്. അവർക്ക് കോംപ്ലക്സ് എന്നും പറയാറുണ്ട്. 2ാമത്തെ ടൈപ്പുകളാണ് ഡബിൾ സോൾട്ടുകൾ. ഡബിൾ സോൾട്ട് ഈസ് ഓൾസോ നോൺ ആസ് ലാറ്റസ് കോമ്പൗണ്ട്സ്. അവർക്ക് ലാറ്റസ് കോമ്പൗണ്ട്സ് എന്നൊരു മറ്റൊരു പേരൂടെ ഉണ്ട്. ഇപ്പൊ ചാപ്റ്ററിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ എൻറ്റയർലി ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റിയാണ്. പക്ഷെ ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട്സും രണ്ടും എന്താണെന്നുള്ള ഒരു ബേസിക് അവയർനെസ്സിൽ നിന്നാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേരെയും പറ്റി ഓരോ ഉദാഹരണ സഹിതം പറയാം. എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം തന്നെ ഡബിൾ സോൾട്ടിന് ഒരു എക്സാമ്പിൾ നമുക്ക് ഫെമിലിയർ ആണ്, നിങ്ങൾ പ്രാക്ടിക്കലിന് ചെയ്തിട്ടുള്ള കൂടിയാണ്. CBSE സ്റ്റുഡൻസുകളാണ് എങ്കിൽ അവർക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് പെർമാംഗനോമെട്രിക് ടൈട്രേഷൻ ഉണ്ട്. ഈ ടൈട്രേഷനിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ബ്യൂററ്റിലും മോർ സോൾട്ട് സൊല്യൂഷൻ ആണ് നിങ്ങൾ പിപ്പറ്റ് ഔട്ട് ചെയ്ത് അതിനകത്തുള്ള അയണിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അയണിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുക എന്നാണ് പെർമാംഗനോമെട്രിക് ടൈട്രേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ മോർ സോൾട്ട് ഇറ്റ്സ് ഡബിൾ സോൾട്ട് ആണ്. മോർ സോൾട്ട് ഡബിൾ സോൾട്ടിൽ പെടുന്നതാണ്. അപ്പൊ മോർ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ്, ഹൈഡ്രേറ്റഡ് ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ്. FeSO4 NH4 twice SO4 6H2O. That is a double salt. More salt is a double salt. ഇവൻ ടെക്സ്റ്റ് ബുക്കിൽ പൊട്ടാഷ് ആലോവും കൊടുത്തിട്ടുണ്ട്. പൊട്ടാഷ് ആലോ എന്ന് പറഞ്ഞാൽ K2SO4 Al2SO4 twice 24H2O ആണ്. പൊട്ടാഷ് ആലത്തിന്റെ സിംപ്ലിഫൈഡ് ഫോർമുലയായ KAlSO4 twice 12H2O എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അനദർ എക്സാമ്പിൾ ആണ് പൊട്ടാഷ് ആലം. പൊട്ടാഷ് ആലം എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം സൾഫേറ്റും അലുമിനിയം സൾഫേറ്റും കുറച്ച് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനും ഉണ്ട് അതിനകത്ത്. നമുക്ക് ജനറലി ഇങ്ങനെ എഴുതാം, K2SO4 Al2SO4 thrice it will be 24H2O എന്നാണ്. സോ ഇതിനെല്ലാം കൂടെ ഒന്ന് 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിയുമ്പം KAlSO4 twice 12H2O എന്ന് കിട്ടും. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ, എൻജെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പൊട്ടാഷ് ആലത്തിന്റെ സ്ട്രക്ചർ. ബോത്ത് ദീസ് ബിലോങ്സ് ടു ഡബിൾ സോൾട്ട്. ഇവർ രണ്ടുപേരും ഡബിൾ സോൾട്ടിന്റെ എക്സാമ്പിൾ ആണ്. മോർ സോൾട്ട് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡബിൾ സോൾട്ട്. പൊട്ടാഷ് ആലം ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ഡബിൾ സോൾട്ട്. ആൻഡ് വൺ മോർ, നമുക്ക് ഇനി ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ എഴുതാം. കോർഡിനേഷൻ കോമ്പൗണ്ട് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്.
അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ആണ് K4FeCN6. K4FeCN6. മറ്റൊരു എക്സാമ്പിൾ ആണ് CONH3 6 times Cl3. ഇതെല്ലാം കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ എക്സാമ്പിൾ ആണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്? അതാണ് ചോദ്യം. എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. 2 എക്സാമ്പിൾ വീതം 2 പേർക്ക് എഴുതിയിട്ടുണ്ട്. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് കോംപ്ലക്സുകൾ നമ്മൾ വാട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അതായത് അവരെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുകയാണ് എങ്കിൽ, ഇറ്റ് വിൽ നോട്ട് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ്. മൊത്തമായിട്ട് അവർ കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാറില്ല. ഇപ്പൊ K4FeCN6 എന്ന് പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിനെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻടു 4K+ ആൻഡ് FeCN6 4-. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന FeCN6 4- വീണ്ടും ബ്രേക്ക് ചെയ്ത് Fe2+ ആയിട്ടും 6Cn- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് വിൽ നോട്ട് ഫർദർ ഡിസോസിയേറ്റ് ഇൻടു അയൺ ആൻഡ് ഫെറസ് അയോൺ ആൻഡ് സയനൈഡ് അയോൺ. അതായത് വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാത്ത, ഓർ യു ക്യാൻ സേ പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യുന്ന അഡീഷൻ കോമ്പൗണ്ട്സുകളാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ പ്രോപ്പർ ഡെഫിനിഷൻ പറഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ അഡീഷൻ കോമ്പൗണ്ട്സ് വിച്ച് റീറ്റെയിൻ ദെയർ ഐഡന്റിറ്റി. റീറ്റെയിൻ, നിലനിർത്തുക, റീറ്റെയിൻ ദി ഐഡന്റിറ്റി, റീറ്റെയിൻ ദെയർ ഐഡന്റിറ്റി ഇൻ സൊല്യൂഷൻ ആസ് വെൽ ആസ് സോളിഡ് സ്റ്റേറ്റ്. ഇപ്പൊ സൊല്യൂഷൻ സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യുന്ന, സൊല്യൂഷൻ സ്റ്റേറ്റിലും FeCN6 4- ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈവൻ സോളിഡ് സ്റ്റേറ്റിലും FeCN6 4- ആയിട്ടാണ്. ആ FeCN6 4- നമുക്ക് ഫർദർ ബ്രേക്ക് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് ആക്കി മാറ്റാൻ പറ്റില്ല. ഇനി ഇവിടെയാണെങ്കിലോ, മോർ സോൾട്ടിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് എങ്കിൽ ഈ മോർ സോൾട്ട് സ്പ്ലിറ്റ് ചെയ്ത് Fe2+ ഉണ്ടാകും, NH4+ ഉണ്ടാകും, അതോടൊപ്പം സൾഫേറ്റും ഉണ്ടാകും. അതായത് ഏതൊക്കെ കാറ്റയോൺസും ഏതൊക്കെ ആനിയോൺസും ഉണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ദേ അണ്ടർഗോ കംപ്ലീറ്റ് അയോണൈസേഷൻ. ദേ അണ്ടർഗോ കംപ്ലീറ്റ് അയോണൈസേഷൻ. ഇപ്പൊ കംപ്ലീറ്റ് അയോണൈസേഷൻ നടത്തുന്ന അഡീഷൻ കോമ്പൗണ്ട്സുകളാണ് ഡബിൾ സോൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്ത കോമ്പൗണ്ടുകൾ, പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ സൊല്യൂഷൻ സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും വ്യക്തമായ ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യുന്ന അഡീഷൻ കോമ്പൗണ്ടുകളാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ രണ്ടുപേരുടെയും വ്യത്യാസം ഓർത്ത് വെച്ചേക്കണം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ ദോസ് അഡീഷൻ കോമ്പൗണ്ട്സ് which will not completely dissociate into their constituent ions during dissolution, or you can say that they retain their identity in both solution as well as solid state. You have to write 2 more examples. What about double salt? Double salts are those addition compounds which undergo complete ionization into their constituent ions. Suppose more salt ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ more salt dissociate ചെയ്യുമ്പോൾ ഫെറസ് അയോൺ ഉണ്ടാകും, അമോണിയം അയോൺ ഉണ്ടാകും, സൾഫേറ്റ് അയോൺസ് ഉണ്ടാകും. ഈവൻ പൊട്ടാഷ് ശാലോ ആണെങ്കിൽ K+ ഉണ്ടാകും, Al3+ ഉണ്ടാകും, SO4 ഉണ്ടാകും. കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യപ്പെടുന്നത് ഡബിൾ സോൾട്ട് ആണ്. അങ്ങനെ അല്ലാത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. വ്യക്തമായ ഡിഫറൻസ് ഉണ്ട് അവർ തമ്മിൽ. ഈവൻ ദോ ബോത്ത് ആർ ബിലോങ്സ് ടു അഡീഷൻ കോമ്പൗണ്ട്സ്. രണ്ടും അഡീഷൻ കോമ്പൗണ്ട്സിൽ പെടുന്നതാണെങ്കിൽ കൂടി രണ്ടുപേർക്കും റിമാർക്കബിൾ ആയ ഒരു വ്യത്യാസം ഉണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് എ കോംപ്ലക്സ്? എക്സ്പ്ലെയിൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പേജ് മറിക്കുമ്പോഴേക്കും ചാപ്റ്ററിന്റെ 3-ാമത്തെ പേജിൽ ഒരു കോളത്തിന് ശേഷം വെർണറിന്റെ തിയറിയിലാണ് തുടക്കം. വെർണറിന്റെ തിയറിക്ക് ശേഷം ഒരു കോളത്തിന് തൊട്ട് താഴെയായിട്ട് ഈ ഡബിൾ സോൾട്ടിന്റെയും കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെയും ഡിഫറൻസും അതിന്റെ എക്സാമ്പിളും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ടെർമിനോളജിയെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ് 2-ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ വിത്ത് 2 എക്സാമ്പിൾ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. താഴെ 4 ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇവർ ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കോർഡിനേഷൻ എൻറ്റിറ്റി, അല്ലെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് കോർഡിനേഷൻ സ്ഫിയർ ഓൾസോ. കോർഡിനേഷൻ എൻറ്റിറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ രണ്ടും ഒന്ന് തന്നെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, മുമ്പ് എഴുതിയ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. K4FeCN6.
ഈ കോംപ്ലക്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഫോം ചെയ്യുന്നത് 4K പ്ലസും FeCN6 4- ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിലെ ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കാണിച്ചിരിക്കുന്ന ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ എൻറ്റിറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയർ. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, ദ സ്പീഷീസ് കെപ്റ്റ് ഇൻസൈഡ് ദി സ്ക്വയർ ബ്രാക്കറ്റ് ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഈസ് കോൾഡ് കോർഡിനേഷൻ സ്പിയർ. Species kept inside the coordination inside the square bracket. Species kept inside the square bracket. Contain central metal atom. Central metal atom and ലിഗാൻഡ്സ്. അപ്പം മെറ്റൽ ആറ്റവും ലിഗാൻഡും ഉൾപ്പെടെ ചേർത്ത് പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കോർഡിനേഷൻ എൻറ്റിറ്റി. നമുക്ക് വേറെ രീതിയിലും പറയാം. കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്റ്റീവ് റെപ്രസെന്റേഷൻ ഓഫ് ബോത്ത് മെറ്റൽ ആൻഡ് സെൻട്രൽ മെറ്റൽ ആൻഡ് ലിഗാൻഡ്. സെൻട്രൽ മെറ്റലിനെയും ലിഗാൻഡിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് കോർഡിനേഷൻ എൻറ്റിറ്റി. ഇപ്പം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ ആണ് എങ്കിൽ FeCN6 4- എന്ന് പറയുന്നതാണ് അവിടുത്തെ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. FeCN6 4- is the coordination entity അല്ലെങ്കിൽ coordination sphere. രണ്ടാമത്തത് ലിഗാൻഡ്. ലിഗാൻഡ് നമ്മളിവിടെ FeCN6 4- എന്ന് പറയുന്ന ഈ ഒരു കോർഡിനേഷൻ സ്പിയർ എഴുതിയതിൽ സെൻട്രൽ മെറ്റൽ ഇസ് Fe. സെൻട്രൽ മെറ്റൽ Fe ആണ്, which is surrounded by couple of ligands. Here it is 6 ligands are there. All these are cyanide ligands. Cyano, cyanide. These are called ligands. ഇപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ വേക്കന്റ് ഓർബിറ്റലിലേക്ക് ലോൺ പെയർ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റുന്ന ചാർജ് ഉള്ളതോ ചാർജ് ഇല്ലാത്തതോ ആയിട്ടുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രോപ്പർ ഡെഫിനിഷൻ ഇതാണ്. ലിഗാൻഡ്സ് ആർ ചാർജ്ഡ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ്. ചാർജ്ഡ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ് capable of donating electron pairs to the vacant orbital of central metal atom. To the vacant orbital of central metal atom. അപ്പം സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ വേക്കന്റ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പീഷീസുകളെ എല്ലാം നമ്മൾ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഏത്? ലിഗാൻഡ് എന്ന് പറഞ്ഞത്. ഇപ്പൊ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്, വിത്ത് 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ കോർഡിനേഷൻ സ്പിയറിന് ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുള്ളൂ, മറ്റൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. CONH3 6 times 3+ എന്ന് കൊടുത്തു. അനദർ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടുത്തെ ലിഗാൻഡുകൾക്ക് സയനൈഡ് CN- ഒരു ലിഗാൻഡാണ്, NH3 അമ്മീൻ ഒരു ലിഗാൻഡാണ്, H2O അക്വ അനദർ ടൈപ്പ് ഓഫ് ലിഗാൻഡ് ആണ്, NH2 CH2 NH2 എത്തിലീൻ ഡയമീൻ ഒരു ലിഗാൻഡ് ആണ്, ഈഥേൻ 1,2 ഡയമീൻ എന്നും പറയാം, NH2 CH2 NH2. ഓൾ ദീസ് ആർ ലിഗാൻഡ്സ്. 2 എക്സാമ്പിളേ ചോദിച്ചിട്ടുള്ളൂ, ലിഗാൻഡ്സിന്റെ ഡെഫിനിഷനും എക്സാമ്പിൾ. ഇനി കോർഡിനേഷൻ നമ്പർ എന്താണ്? അതാണ് മൂന്നാമത്തത്. വാട്ട് ഈസ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ ഇപ്പൊ നോക്കാം. മുമ്പ് എഴുതിയ FeCN6 4- എടുത്തു. വേറൊരു കോംപ്ലക്സ് ആണ് NiCO4, ചാർജ് ഇല്ലാത്തൊരു കോംപ്ലക്സ് ആണ്, ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. അപ്പൊ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സയനൈഡിന് അയണുമായിട്ട് ഒരു കോർഡിനേറ്റ് ബോണ്ടാണ് ഫോം ചെയ്യാൻ പറ്റുന്നത്. സയനൈഡിലെ കാർബൺ ആണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ മൊത്തം 6 സയനൈഡിന് മെറ്റലിലേക്ക് 6 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നെങ്കിൽ അങ്ങനെ പറയാം, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് സറൗണ്ട് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണമാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ. ഞാൻ സാധാരണ അങ്ങനെയാണ് പറയാറ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട് അറൌണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റം. ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ കോർഡിനേറ്റ് ബോണ്ട് അറൌണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റം. Total number of sigma
coordinate bond around central metal atom. ഇപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ള ടോട്ടൽ നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട് ഇസ് കോൾഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്പർ ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റം എന്ന് പറയാം. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ്, നമ്പർ ഓഫ് ലിഗാൻഡിന്റെ ഡോണർ ആറ്റം, ലിഗാൻഡ് ഡോണർ ആറ്റം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനിഷൻ എഴുതാം. ഒരു കോർഡിനേഷൻ സ്പിയറിനകത്ത് മെറ്റലിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയാം. അല്ല എങ്കിൽ ഡോണർ ആറ്റം, ലിഗാൻഡിന്റെ ഡോണർ ആറ്റത്തിന്റെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയാം. അപ്പൊ ആ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഹിയർ ദി കോർഡിനേഷൻ നമ്പർ ഇസ് 4 ആണ്. 6 ആണെങ്കിൽ ഒക്ടാഹീഡ്രൽ ആണ്, 4 ആണെങ്കിൽ സ്ക്വയർ പ്ലെയിനാറോ അല്ല എങ്കിൽ ടെട്രാഹീഡ്രലോ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നാലാമത്തെ പാർട്ട്, ഹോമോലെപ്റ്റിക് ആൻഡ് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ്. ഹോമോയും ഹെറ്ററോയും, ഹോമോലെപ്റ്റിക് ആൻഡ് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ്. ഫോർ എക്സാമ്പിൾ ഇത് തന്നെ ആയിക്കോട്ടെ, K4FeCN6, അതുപോലെ തന്നെ CONH3 thrice Cl3. ഈ രണ്ട് കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോംപ്ലക്സിലെ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുന്നത് FeCN6 4- ആണ്. രണ്ടാമത്തതിനകത്ത് കോർഡിനേഷൻ സ്പിയർ മാത്രമേ ഉള്ളൂ, ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. ഇപ്പം നോക്കിയാൽ ഒന്നാമത്തെ കോംപ്ലക്സിൽ അയണിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള എല്ലാ ലിഗാൻഡുകളും സെയിം കൈൻഡ് ഓഫ് ലിഗാൻഡ് അല്ലേ? സെയിം കൈൻഡ് ഓഫ് ലിഗാൻഡ് ആണ്. അയൺ ഈസ് സറൗണ്ടഡ് ബൈ 6 സയനൈഡ് ലിഗാൻഡ്, 6 സയനൈഡ് ലിഗാൻഡ് ആണ്. സെയിം കൈൻഡ് ഓഫ് ലിഗാൻഡ് ആണ് എങ്കിൽ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ആയിരിക്കും. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലിഗാൻഡ്സ് ആണ് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the oxidation number of iron in K4FeCN6. രണ്ടാമത്തത് സിൽവർ ഇൻ ടോളൻസ് റിയേജന്റ്. ടോളൻസ് റിയേജന്റിലെ സിൽവറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യത്തത് K4FeCN6. നമുക്ക് ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4K പ്ലസും FeCN6 4- ആയിട്ട് അത് ബ്രേക്ക് ചെയ്യും. ഇനി FeCN6ലെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സപ്പോസ് X എന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി X. 6 സയനൈഡ്, ഒരു സയനൈഡിന്റെ ചാർജ് തന്നെ -1 ആണ്. അപ്പൊ 6 സയനൈഡ് ആകുമ്പോഴേക്കും -6. ഇപ്പൊ എക്സിന്റെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും 6 സയനൈഡിന്റെ ചാർജും കൂടെ ആഡ് ചെയ്തുമ്പോഴേക്കും -4 കിട്ടണം. സോ ദെൻ വാട്ട് വിൽ ബി ദ ചാർജ് ഓഫ് X? X വിൽ ബി -4 + 6, ഇറ്റ് വിൽ ബി +2. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2, ഇവിടെ ഫെറസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തത് Ag ഇൻ ടോളൻസ് റിയേജന്റ്. ടോളൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുകയാണ്, AgNO3. സിൽവർ നൈട്രേറ്റിലേക്ക് NH4OH ആഡ് ചെയ്യുമ്പോൾ അവിടുന്ന് AgNH3 twice പ്ലസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും, അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. അപ്പൊ ഇതിലെ സിൽവറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. Agയുടെ ചാർജ് X എന്ന് വിചാരിച്ചു. അമോണിയ ന്യൂട്രൽ ലിഗാൻഡ് ആണ്, അപ്പൊ ചാർജ് 0 ആണ്. ടു ഗെറ്റ് +1 ചാർജ്, then what will be the charge of silver in this complex? Silver is also in the +1 state. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക സാധാരണ സ്ഥിരമായി വരാറുള്ള ഒരു ചോദ്യമാണ്. ഒരു കോംപ്ലക്സ് തന്നിട്ട് അതിലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. അത്യാവശ്യമായിട്ട് അറിയേണ്ടതാണ്, കാരണം നോമൻക്ലേച്ചറിലും ഇത് ആവശ്യമായിട്ട് വരുന്നതാണ്. നോമൻക്ലേച്ചറിൽ മെറ്റൽ എഴുതി കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന്റെ
ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതേണ്ടത് നിർബന്ധമാണ്. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ അതിനെ അറിയണമെങ്കിൽ ലിഗാൻഡുകളുടെ ചാർജുകൾ അറിയണം. ഈ ലിഗാൻഡ് പോസിറ്റീവ് ലിഗാൻഡ് ആണ്, അല്ലെങ്കിൽ ഇത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്, ഇതെല്ലാം നെഗറ്റീവ് ലിഗാൻഡുകളാണ്. ഓരോ ലിഗാൻഡിന്റെയും ചാർജ് വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യം. ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദി സെൻട്രൽ മെറ്റൽ അയോൺ? ഇവരുടെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നാണ്. എളുപ്പമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. Fe(C2O4) thrice 3- എന്നാണ്. അപ്പൊ അതിലെ സെൻട്രൽ ആറ്റമാണ് അയൺ. അയണിനെ സറൗണ്ട് ചെയ്ത് 3 ഓക്സലേറ്റ് ലിഗാൻഡ് ഉണ്ട്. ഓക്സലേറ്റോ C2O4 2- ആണ്. അപ്പം ഓക്സലേറ്റോ ഇസ് എ ബൈഡൻഡേറ്റ് ലിഗാൻഡ്. One oxalato can form 2 coordinate bond. One oxalato can form 2 coordinate bond. അങ്ങനെയാണെങ്കിൽ 3 ഓക്സലേറ്റ് ആകുമ്പോൾ എത്ര കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും? 3 × 2 ഇറ്റ് വിൽ ബി 6. ശരിയല്ലേ? അപ്പൊ 6 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ എത്ര തന്നെയായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ മെറ്റലിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണമാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ. സിൻസ് ഓക്സലേറ്റോ ഇസ് എ ബൈഡൻഡേറ്റ് ലിഗാൻഡ്, ഓർ യു ക്യാൻ സേ ഡൈഡൻഡേറ്റ് ലിഗാൻഡ്, 1 oxalato can form 2 coordinate bond. Altogether 3 oxalato can form 6 coordinate bond. So coordination number will be 6. Next one. Chromium is a central metal atom. It is surrounded by 3 amine ligand. NH3 monodentate ligand ആണ്. It can form only 1 coordinate bond. Monodentate ligand. H2O, aqua. It is also a monodentate ligand. Chlorine ligand അല്ല, because it is present in the ionic sphere. Counter ions ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. കോർഡിനേഷൻ സ്പിയറിനകത്തുള്ളവരെ ലിഗാൻഡ് ആയിട്ട് കൂട്ടാറുള്ളൂ. NH3 is ligand ആണ്. H2O is ligand. It is not a ligand. ക്ലോറിൻ അവിടുത്തെ ലിഗാൻഡ് അല്ല. ഇനി മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ they can form only 1 coordinate bond with a central metal atom. Here 3 amine monodentate ligand and 3 aqua monodentate ligand. So 3 plus 3, it will be also equal to 6. So here also coordination number is 6. But ammonia, 1 ammonia or 1 amine can form only 1 coordinate bond. The similar way H2O can form only 1 coordinate bond. Since all the 6 ligands are monodentate ligand, therefore chromium atom is surrounded by 6 coordinate bond. That's why its coordination number is 6. അതിന്റെ coordination number എത്രയായിരിക്കും? 6 ആയിരിക്കും. So coordination number കണ്ടുപിടിക്കുകയാണെങ്കിൽ ലിഗാൻഡ് ഏത് ടൈപ്പ് ആണെന്ന് മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. വെദർ ഇറ്റ് ഇസ് മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, ട്രൈഡെൻഡേറ്റ്, ഹെക്സാഡെൻഡേറ്റ്. ആ ഡെൻസിറ്റി നോക്കിയിട്ട് മാത്രമേ കോർഡിനേഷൻ നമ്പറിന്റെ ചോദ്യം ചെയ്യാവൂ. അല്ല എങ്കിൽ ലിഗാൻഡിന്റെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു നമ്പർ ഓഫ് ലിഗാൻഡ് എന്നുള്ളത് മോണോഡെൻഡേറ്റിന്റെ കേസിൽ മാത്രമേ 100% ശരിയായി വരത്തുള്ളൂ. ബൈഡെൻഡേറ്റോ ട്രൈഡെൻഡേറ്റോ ഒക്കെയാണ് ക്വസ്റ്റൻ തന്നിരിക്കുന്നതെങ്കിൽ ഡെൻസിറ്റി നോക്കിയിട്ട് വേണം അതിന്റെ കോർഡിനേഷൻ നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി. അടുത്ത ചോദ്യം. വാട്ട് ആർ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്? ഗിവ് എക്സാമ്പിൾ. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്, നമ്മൾ ലിഗാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ലിഗാൻഡുകളെ ബേസിക്കലി 2 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചാർജിനെ ബേസ് ചെയ്തിട്ട് പോസിറ്റീവ് ലിഗാൻഡുകളുണ്ട്, നെഗറ്റീവ് ലിഗാൻഡുകളുണ്ട്, ന്യൂട്രൽ ലിഗാൻഡുകളുണ്ട്. ഡെൻസിറ്റിയെ ബേസ് ചെയ്തിട്ടുണ്ട് മോണോഡെൻഡേറ്റ് ലിഗാൻഡും പോളിഡെൻഡേറ്റ് ലിഗാൻഡും ഉണ്ട്. ഇതിലൊന്നും പെടാത്ത ചില സ്പെഷ്യൽ ലിഗാൻഡുകളാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡും കീലേറ്റ് ലിഗാൻഡുകളും. അപ്പൊ അതിൽ ഒരു സ്പെഷ്യൽ ലിഗാൻഡാണ്, ഇറ്റ്സ് വൺ ഓഫ് ദ സ്പെഷ്യൽ ലിഗാൻഡ്സ്, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിളിലൂടെ അതിന്റെ ഡെഫിനിഷൻ പറയാം. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്, NO2-, this is called nitrito. NO2- നൈട്രിറ്റോ എന്ന് വിളിക്കാം. അപ്പൊ NO2- എടുത്തു കഴിഞ്ഞാൽ N ഡബിൾ ബോണ്ട് O, അതിൽ നൈട്രജനിലെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, ഓക്സിജന്റെ കയ്യിലും ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പൊ നൈട്രജന്റെ ലോൺ പെയർ ഇലക്ട്രോണും ഓക്സിജന്റെ ലോൺ പെയർ ഇലക്ട്രോണും ഒരുമിച്ച് ഉപയോഗിച്ച് മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അടുത്തടുത്ത ആറ്റങ്ങളുടെ ലോൺ പെയർ ഉപയോഗിച്ച് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് പെയർ റിപ്പൾഷന്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും.
അപ്പോൾ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നൈട്രജന്റെ ലോൺ പെയർ ഉപയോഗിച്ച് മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യും. ആൻഡ് സംടൈംസ് ഓക്സിജന്റെ ലോൺ പെയർ ഉപയോഗിച്ചായിരിക്കും ഇവർ മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുന്നത്. ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ടൈം നൈട്രജന്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആയിട്ടിരിക്കും. അപ്പം ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റംസ് ഉണ്ട്. ഈവൻ ദോ ദിസ് ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ഡോണർ ആറ്റംസ്. Nitrogen can act as donor atom. Even oxygen can also act as donor atom. They are having more than one donor atom. But simultaneously, they will never form multiple coordinate bond with same central metal atom. ഒരിക്കലും സെയിം സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ഒന്നിൽ കൂടുതൽ കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കാൻ ഇവർക്ക് സാധ്യമല്ല. This type of ligands are called ambidentate ligand. And definition is ambidentate ligands they are monodentate ligand. Ambidentate ligands are monodentate ligand. This is the first point. With more than one donor atom. More than one donor atoms. ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റംസ് ഉണ്ടായിരിക്കും. ബട്ട് നെവർ ഫോം മൾട്ടിപ്പിൾ, ഒന്നിൽ കൂടുതൽ എന്ന അർത്ഥത്തിൽ മൾട്ടിപ്പിൾ കോർഡിനേറ്റ് ബോണ്ട് with same central metal atom. സെയിം സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ഇവർ ഒരിക്കലും ഒന്നിൽ കൂടുതൽ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാറില്ല. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആർ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് വിത്ത് മോർ ദാൻ വൺ ഡോണർ ആറ്റംസ്, but they will never form more than one coordinate bond, or you can say multiple coordinate bond with same central metal atom. One of the example is NO2 minus, nitrito. Even nitrogenന്റെ lone pair electrons ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ we can call it as nitrito N. In the other case, it is nitrito O. Similarly, thiocyanato, isothiocyanato, നമുക്ക് അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളേ ചോദിച്ചിട്ടുള്ളൂ, ഗീവ് എക്സാമ്പിൾ എന്നാണ്. ഒറ്റ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഇത് അങ്ങ് എഴുതാം. ടെക്സ്റ്റ് ബുക്കിലും ഇതാണ് കൊടുത്തിരിക്കുന്നത്. നൈട്രിറ്റോ എന്നും ഉണ്ട്, നൈട്രിറ്റോ ഓയും ഉണ്ട്, തയോസയനേറ്റോ ഉണ്ട്, ഐസോതയോസയനേറ്റോയും ഉണ്ട്. ഓക്കെ, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സിന്റെ എക്സാമ്പിളും അതിന്റെ ഡെഫിനിഷനും. അടുത്ത സ്പെഷ്യൽ ടൈപ്പ് ലിഗാൻഡ് ആണ് കീലേറ്റിംഗ് ലിഗാൻഡ്. കീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സുകളാണ്. ഒന്നിൽ കൂടുതൽ ഡോണറാറ്റമുള്ള പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ലിഗാൻഡുകൾ മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഒരു EDTA, എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് ആനിയോൺ, EDTA. അപ്പൊ EDTA ഒരു മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റലിന്റെ EDTA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. EDTA is a hexadentate ligand. So it can form 6 coordinate bond. അവർക്ക് 6 coordinate bond ഫോം ചെയ്യാൻ പറ്റും. അപ്പം EDTA ഒരു മെറ്റലുമായിട്ടൊരു മാഗ്നീഷ്യമോ അല്ലെങ്കിൽ കാൽഷ്യമായിട്ടോ ഏതെങ്കിലും ഒരു മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് 6 കോർഡിനേറ്റ് ബോണ്ട് ഒരേ സമയം ഫോം ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, force of attraction between metal ion and ligand is very high, വളരെ കൂടുതലായിരിക്കും. അപ്പൊ നോർമൽ ആയ ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് മെറ്റലുമായിട്ട് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലക്സിനെക്കാട്ടിലും കുറച്ചും കൂടെ ശക്തമായിരിക്കും കീലേറ്റിംഗ് ലിഗാൻഡ് ഫോം ചെയ്യുന്ന കോംപ്ലക്സുകൾ. അപ്പൊ സ്റ്റെബിലിറ്റി കാരണം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. എക്സ്പ്ലെയിൻ വൈ chelating complex is more stable than unchelating complex. നോർമൽ ആയിട്ടുള്ള ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് മെറ്റലുമായിട്ട് ഫോം ചെയ്യുന്ന കോംപ്ലക്സുകൾ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. എന്നാൽ കീലേറ്റിംഗ് ലിഗാൻഡ് മെറ്റലുമായിട്ട് ഫോം ചെയ്യുന്ന കോംപ്ലക്സുകൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതിന്റെ കാരണം കീലേറ്റിംഗ് ലിഗാൻഡ്സും മെറ്റൽ അയോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. അപ്പൊ സിൻസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും അവർ. വേറെ റീസൺ പറഞ്ഞാൽ ഒരു മെറ്റൽ EDTA പോലുള്ള ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് മെറ്റലുമായിട്ട് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ഫോം എ ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ. അപ്പം മെറ്റലിനെ ആ പ്രോസസ്സിനെ എൻക്യാപ്സുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്, അതിന്റെ ക്യാവിറ്റിയിലേക്ക് എൻക്യാപ്സുലേറ്റ് ചെയ്യും.
അങ്ങനെ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നീട് മെറ്റൽ വിചാരിച്ചാൽ പോലും ആ അത്രയും ഭാഗത്തെ ബോണ്ടിനെ എല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മെറ്റലിനെ അതിനകത്ത് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ അകത്ത് എരയെ പിടിക്കുന്ന പോലെ, ഒരു ഞണ്ട് എരയെ ഇറുക്കുന്ന പോലെ അതിനെ ഇറുക്കി അങ്ങ് പിടിച്ചിരിക്കുകയാണ് എല്ലാ 6 ഭാഗങ്ങളും ഉപയോഗിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ കീലേറ്റ് കോംപ്ലക്സുകൾ ഇസ് എക്സ്ട്രീംലി സ്റ്റേബിൾ ദാൻ യൂഷ്വലി പ്രൊഡ്യൂസ്ഡ് ബൈ നോർമൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. ഒരു നോർമൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ഫോം ചെയ്യുന്ന കോംപ്ലക്സിനെക്കാട്ടിലും ഇത് ഓൾവേസ് ഹയർ സ്റ്റെബിലിറ്റി ആയിരിക്കും കീലേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്ന കോംപ്ലക്സുകൾക്ക്. അത് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഒറ്റ റീസൺ പറയാം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രം പോയിന്റ് ആയിട്ട് അവിടെ എഴുതിയാൽ മതി. ഇപ്പൊ 2 സ്പെഷ്യൽ ടൈപ്പ് ലിഗാൻഡുകളാണ്. ഒന്ന് കീലേറ്റ് ലിഗാൻഡും 2 ആംബിഡെൻഡേറ്റ് ലിഗാൻഡും. അടുത്തത് റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ IUPAC നോമൻക്ലേച്ചർ. താഴെ കൊടുത്തിരിക്കുന്ന 4 കോമ്പൗണ്ടുകളാണ് അതിന്റെ നെയിം ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തത് K3 Fe C2O4 ത്രൈസ്. അപ്പൊ ആദ്യം തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ നെയിം ചെയ്യുന്ന സെറിമണിയിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിനൊരു പ്രോപ്പർ ഒരു റൂൾ ഒക്കെ ഉണ്ട്. ഇതിലെ കോർഡിനേഷൻ സ്പിയർ 3 പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ അയോണിക് സ്പിയർ ആണ്. അയോണിക് സ്പിയറിന്റെ ചാർജ് +3 ആണ്. സോ ഒബ്വിയസ്ലി കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് -3 ആണ്. ഇനി അത് ആദ്യം എഴുതി വെച്ചു. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ കണ്ടുപിടിക്കണം. Fe അറിയില്ല, x ന് കൊടുത്തു. ഓക്സിലേറ്റ് എന്ന് പറയുന്നതിന്റെ ചാർജ് -2 ആണ്. 3 എണ്ണം ഉള്ളതുകൊണ്ട് -2 × 3 which will be equals to -3. So x - 6 equal to -3. X will be +3. അപ്പൊ എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇനി കാറ്റോണിക് പാർട്ട് ആദ്യം നെയിം ചെയ്തതിന് ശേഷം മാത്രമേ ആനിയോണിക് പാർട്ട് നെയിം ചെയ്യാവൂ. അതാണ് ഇനോർഗാനിക്കിന്റെ പൊതുവായ ഒരു റൂളാണ്. ഇപ്പൊ പൊട്ടാസ്യത്തിന്റെ പേര് വേണം ആദ്യം പറയാൻ, പക്ഷെ ഒരിക്കലും എണ്ണം സ്പെസിഫൈ ചെയ്യരുത്. ട്രൈ പൊട്ടാസ്യം എന്ന് പറയാൻ പാടില്ല. പൊട്ടാസ്യം is simply potassium is enough. Tripotassium is not required. Number of species in the coordination sphere or എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. So I am going to write the name potassium. Potassium. ആദ്യം പോസിറ്റീവ് പാർട്ടിന്റെ പേര് എഴുതി പൊട്ടാസ്യം. No need to write tripotassium. It's simply potassium is enough. Potassium. Then coordination sphere name ചെയ്യണം. While naming the coordination sphere, ligand should be named first in the alphabetical order followed by central metal atom. Here only one type of ligand is present, so no need to write in look at the alphabetical order. ഇപ്പൊ ഓക്സിലേറ്റോ മാത്രമേ ഉള്ളൂ, 3 എണ്ണം ഉണ്ട്. സോ ട്രൈ ഓക്സലേറ്റോ, ട്രൈ ഓക്സലേറ്റോ. ദെൻ മെറ്റലിന്റെ പേര് കൊടുക്കണം. ലിഗാൻഡിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റലിന്റെ പേര് കൊടുക്കണം. മെറ്റലിന്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കോർഡിനേഷൻ സ്പിയർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് എങ്കിൽ മെറ്റലിന്റെ പേരിനോടൊപ്പം AT കൂടെ ചേർക്കണം. ഹിയർ ഇറ്റ് ഇസ് നെഗറ്റീവ്ലി ചാർജ്, സോ നോ നീഡ് ടു റൈറ്റ് അയൺ അല്ല എഴുതേണ്ടത്, ഫെറേറ്റ് എന്ന് വേണം എഴുതാൻ. ഫെറേറ്റ് എന്ന് എഴുതി ബ്രാക്കറ്റിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയ 3 കൊടുത്തു. പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ ഫെറേറ്റ് 3 എന്നാണ് ഇതിന്റെ പ്രോപ്പറായ IUPAC നെയിം. ഇനി രണ്ടാമത്തെ ചോദ്യം. അവിടെയും സെൻട്രൽ മെറ്റൽ പ്ലാറ്റിനം ആണ്. 6 അമോണിയ ലിഗാൻഡ് ഉണ്ട്. സറൗണ്ട് ചെയ്തിട്ട് 4 Cl- ചാർജ് ബാലൻസ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം PT NH3 6 ടൈംസ് Cl4നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ Cl4ന്റെ മൊത്തം ചാർജ് -4 ആണ്. സോ ഒബ്വിയസ്ലി കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് +4 ആണ്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ല, x ന് കൊടുത്തു. അമോണിയ ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ 6 × 0 which will be equal to +4. So x will be +4. പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. ഇനി പേര് കൊടുക്കാം. ഇവിടെ കോർഡിനേഷൻ സ്പിയർ ആണ് പോസിറ്റീവ് പാർട്ട്, അയോണിക് സ്പിയർ അല്ലെങ്കിൽ കൗണ്ടർ അയോൺ ആണ് നെഗറ്റീവ് പാർട്ട്. സോ ആദ്യം പേര് കൊടുക്കേണ്ടത് ആരാണോ പോസിറ്റീവ് പാർട്ട് അതിന്റെ പേര് വേണം ആദ്യം കൊടുക്കാൻ. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇവിടെ മെറ്റലിന്റെ പേര്, ലിഗാൻഡിന്റെ പേര്, ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇവിടെ കോർഡിനേഷൻ സ്പിയറിന്റെ പേര് പറഞ്ഞിട്ടേ അയോണിക് സ്പിയറിന്റെ പേര് പറയാവൂ. ഹെക്സാ അമ്മീൻ, 2 M മസ്റ്റ് ആയിട്ട് എഴുതണം. ഹെക്സാ അമ്മീൻ platinum. Platinate is not required since coordination sphere is positively charged. Platinum 4
ക്ലോറൈഡ്. ട്രൈക്ലോറൈഡ് എന്ന് എഴുതരുത്, അല്ലെങ്കിൽ ടെട്രാ ക്ലോറൈഡ് എന്ന് എഴുതരുത്. കാരണം കോർഡിനേഷൻ സ്പിയറിന്റെ പുറത്തുള്ളവർ, അയോണിക് സ്പിയറിലെ സ്പീഷീസുകളുടെ നമ്പർ സ്പെസിഫൈ ചെയ്യാൻ പാടില്ല എന്നാണ് റൂള്. അപ്പോൾ ഹെക്സ അമീൻ പ്ലാറ്റിനം 4 ക്ലോറൈഡ്. ഇനി അടുത്ത ചോദ്യം, അടുത്തതിന്റെ നെയിമിംഗ്. K3 CrC2O4 thrice. So K3 will be +3. So CrC2O4 will be -3. Then X plus 3 into -2, because oxalato is -2 on a charge, is equal to -3. X minus 6 is equal to -3. X will be +3. അയണിന്റെ ചാർജ് +3 ആണ്. അയണല്ല, ക്രോമിത്തിന്റെ ചാർജ് +3 ആണ്. ഇനി പേരിടാം. പൊട്ടാസ്യം, ട്രൈപൊട്ടാസ്യം is not required. Potassium trioxalato chromate. Why it is chromate? Because coordination pair is negatively charged. Chromate 3. That is enough. Potassium trioxalato chromate 3. Next one, fourth one, CO NH3 5 times CO3 inside the coordination pair. These are the species. Outside the coordination pair, one chlorine is there. Chlorine charge will be -1. So obviously coordination pair charge will be +1. So we have to calculate the oxidation state of central metal atom, that is of cobalt. So I am putting X as the oxidation state of cobalt. There are 5 ammonia ligand. So 5 into 0, because ammonia is a neutral ligand, minus, this is carbonato. One carbonato charge will be -2. It will be equal to +1. So X minus 2 equals to +1. X will be +1 +2. It will be +3. So name of the complex will be, ആദ്യം കോർഡിനേഷൻ സ്പിയറിന്റെ പേരാണ് കൊടുക്കേണ്ടത്. അമ്മീൻ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലിഗാൻഡ്, കാർബണേറ്റോ സിയിലാണ് ലിഗാൻഡിന്റെ തുടക്കം, ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡറിന്റെ അനുസരിച്ചിട്ട് വേണം ലിഗാൻഡുകളുടെ പേര് കൊടുക്കാൻ. സോ പെന്റ അമ്മീൻ കാർബണേറ്റോ, പെന്റ അമ്മീൻ കാർബണേറ്റോ. കൊബാൾട്ട്, cobaltate is not required. Cobalt 3 chloride. Pentaamine carbonato cobalt 3 chloride. വളരെ സിമ്പിൾ ആയൊരു ചോദ്യമായിരുന്നു. IUPAC നോമൻക്ലേച്ചർ എപ്പോഴും ചോദ്യം വരാറുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ നെയിം ചെയ്യാനോ അല്ല എങ്കിൽ നെയിം തന്നിട്ട് അതിന്റെ ഫോർമുല എഴുതാനോ ചോദിക്കും. അടുത്ത ചോദ്യം അത് തന്നെയാണ്, നെയിം തന്നിട്ട് ഫോർമുല എഴുതാനുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. Write the formulas for the following coordination compounds. അപ്പോൾ പേര് തന്നിരിക്കുകയാണ്. പേര് വെച്ചിട്ട് തന്നിട്ട് നിങ്ങൾ അതിനെ ഫോർമുല എഴുതി കൊടുക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ടത്, ആദ്യം കോർഡിനേഷൻ സ്പിയർ എഴുതി കോർഡിനേഷൻ സ്പിയറിന്റെ മൊത്തം ചാർജും കണ്ടെത്തിയ ശേഷം അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി എത്ര അയോൺസ് അയോണിക് സ്പിയറിൽ ഉണ്ടാകണം എന്ന് വേണം തീരുമാനിക്കാൻ. അപ്പൊ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പൊട്ടാസ്യം ടെട്രാസയനോ നിക്കലേറ്റ് 3. പൊട്ടാസ്യം, പുറത്തൊരു പൊട്ടാസ്യം ഉണ്ട്. പുറത്ത് എത്ര പൊട്ടാസ്യം ഉണ്ടെന്നുള്ളത് പിന്നീടേ കണ്ടുപിടിക്കാവുള്ളൂ. പൊട്ടാസ്യം ടെട്രാസയനോ, ഇൻസൈഡ് ദി കോർഡിനേഷൻ സ്പിയർ 4 സയനൈഡ് ഉണ്ട്. ടെട്രാസയനോ നിക്കലേറ്റ്, നിക്കലിന്റെ ചാർജ് നിക്കലിന്റെ ബ്രാക്കറ്റിൽ 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. സയനൈഡ്, സയനൈഡ് ഒരു സയനൈഡിന്റെ ചാർജ് -1 ആണ്. അപ്പൊ 4 സയനൈഡിന്റെ ചാർജ് -4 ആണ്. അപ്പോൾ ഓൾ ടുഗെദർ കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് എന്ത് വരും? +2 -4, ഇറ്റ് വിൽ ബി -2. ഇത്രയും -2നെ ബാലൻസ് ചെയ്യണമെങ്കിൽ എത്ര പൊട്ടാസ്യം അവിടെ വേണം? കാരണം ഒരു പൊട്ടാസ്യത്തിന് +1 ചാർജേ ഉള്ളൂ, 2 പൊട്ടാസ്യം വേണ്ടേ? സോ ദിസ് ഫോർമുല ഇസ് K2NiCN4. K2NiCN4. ഇനി രണ്ടാമത്തെ ഡൈക്ലോറിഡോ, വിച്ച് മീൻസ് 2 ക്ലോറിൻ വേണം. ഡൈക്ലോറിഡോ
ബിസ് ഈഥേൻ 1,2 ഡയമീൻ. അപ്പം എത്തിലീൻ ഡയമീൻ ബിസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. ബിസ് ഈഥേൻ 1,2 ഡയമീൻ. പ്ലാറ്റിനം. ഇനി വേണ്ടത് പ്ലാറ്റിനത്തിന്റെ ചാർജ് 4 ആണ്. അപ്പൊ പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. 2 ക്ലോറിൻ ഉണ്ടെങ്കിൽ -2 ചാർജ്. എത്തിലീൻ ഡയമീൻ ന്യൂട്രൽ ലിഗാൻഡ് ആണ് 0. അപ്പൊ കോർഡിനേഷൻ സ്പിയറിന്റെ ഓൾ ടുഗെദർ ചാർജ് വിൽ ബി +2. അപ്പൊ ഈ +2നെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ -2 ചാർജ് ഉള്ള നൈട്രേറ്റ് വേണം. ഒരു നൈട്രേറ്റിന്റെ ചാർജ് തന്നെ -1 ആണ്. അപ്പൊ 2 നൈട്രേറ്റ് വേണം. NO3 ട്വൈസ് കിട്ടും. അപ്പൊ PT Cl2 En ട്വൈസ് NO3 ട്വൈസ്. 2 നൈട്രേറ്റ് എത്തുമ്പോഴേ -2 വരത്തുള്ളൂ. ബിക്കോസ് NO3യുടെ ചാർജ് ഇറ്റ്സ് -1. NO3 വിൽ ബി -1 ആണ്. അപ്പൊ 2 നൈട്രേറ്റ് ഉണ്ടെങ്കിൽ -2 ചാർജ് കിട്ടത്തുള്ളൂ. അപ്പൊ കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ഇയറിൽ. അയൺ 3 ഹെക്സാസയനോഫെറേറ്റ്, പ്രഷ്യൻ ബ്ലൂ കളർ, ഫെറിക് ഫെറോസയനൈഡ് എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്, അതിന്റെ കോമൺ നെയിം. അതൊരു നല്ലൊരു ചോദ്യം കൂടിയാണ്. അയൺ 3 ഹെക്സാസയനോഫെറേറ്റ്. അപ്പൊ ആദ്യം ഹെക്സ അയൺ ഉണ്ട് കോർഡിനേഷൻ സ്പിയറിന്റെ പുറത്ത്. കോർഡിനേഷൻ സ്പിയറിന്റെ അകത്ത് ഹെക്സാസയനോ 6 സയനൈഡ് ലിഗാൻഡ് ഉണ്ട്. Fe ഫെറേറ്റ്. ഫെറേറ്റിന്റെ ചാർജ് +2 ആണ്. സയനൈഡിന്റെ ചാർജ് -1. 6 സയനൈഡ് വിൽ ബി -6. അപ്പൊ കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് -4 ആണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു അയണിന്റെ ചാർജ് +3 ആണ് പുറത്തുള്ളതിന്റെ. അപ്പൊ പുറത്തുള്ളത് +3യും കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് -4 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ കൗണ്ടർ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ളതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 12 ആക്കണം, +12 ആക്കണം. അപ്പൊ ഇത് 3 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അങ്ങനെ ആകുമ്പോഴേ ചാർജ് ന്യൂട്രലൈസ് ചെയ്യത്തുള്ളൂ. സോ ദ സ്ട്രക്ചർ വിൽ ബി Fe4 വേണം. കാരണം പുറത്തുള്ള ഒരു അയണിന്റെ ചാർജ് +3 ആണ്. 4 എണ്ണാകുമ്പോഴേക്കും ഓൾ ടുഗെദർ +12 വരും. ഇനിയോ കോർഡിനേഷൻ സ്പിയർ 1ന്റെ ചാർജ് -4 ആണ്. അത് 3 എണ്ണം എടുത്തെങ്കിൽ എന്ത് വരത്തുള്ളൂ? -12 വരത്തുള്ളൂ. അപ്പം Fe4 FeCN6 ഹോൾ ത്രൈസ് എന്നാണ്. ഇതൊരു വളരെ ഫേമസ് ആയ ഒരു ടെസ്റ്റിന്റെ റിസൾട്ടും കൂടിയാണ്. ലാബിൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെസേജൻസ് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലെസേജൻസ് ടെസ്റ്റിൽ അവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കി അതിലേക്ക് ഫെറസ് സൾഫേറ്റും ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്തു, HCl ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. അപ്പൊ ഇത് ടെസ്റ്റിന്റെ റിസൾട്ടും കൂടിയാണിത്. അപ്പം IUPAC നോമൻക്ലേച്ചറിൽ പേര് തന്നിട്ട് നിങ്ങളോട് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറയും. ഇനി ഫോർമുല തന്നിട്ട് ഇനി IUPAC നെയിം എഴുതാനായിട്ടും ചോദ്യം വരാം. 2 തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ വരാറുള്ളതാണ്. ഇനി അടുത്തത് ലിസ്റ്റ് വേരിയസ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം പോസിബിൾ ഫോർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഗിവിംഗ് ആൻ എക്സാമ്പിൾ ഓഫ് ഈച്ച്. അപ്പൊ നമ്മളോട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഐസോമറിസവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ there are 2 type of isomerism. One is structural isomerism. The second type is stereo isomerism. Structural ഉണ്ട് stereo ഉണ്ട്. Structural isomerism is divided into 4 types. First is ionization isomerism. ഒന്നാമത്തത് അയോണൈസേഷൻ ആണ് ഐസോമറിസം. 2 ഹൈഡ്രേറ്റ് ഓർ സോൾവേറ്റ് ഐസോമറിസം. 3rd type is linkage isomerism. And the 4th one is coordination isomerism. These are the 4 different type of structural isomerism exhibited by coordination compounds. അത് തന്നെയാണ് ചോദ്യം. ഈ 4 structural isomerism describe ചെയ്യുക with examples also. Then stereo isomerism. സ്റ്റീരിയോ എന്ന് പറയുന്നത് 3-dimensional spatial arrangementന്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമറിസം ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സുകളിലാണ് എങ്കിൽ കൺഫോർമേഷനും കോൺഫിഗറേഷനും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കൺഫോർമേഷൻ നമുക്കറിയാം, സ്റ്റാഗേർഡ് എക്ലിപ്സ്ഡ് റൊട്ടേഷൻ ഐസോമറിസം എന്ന് പറയും. കോൺഫിഗറേഷൻ ഐസോമറിസം വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഒപ്റ്റിക്കലും ഉണ്ട് ജോമെട്രിക്കലും ഉണ്ട്. അപ്പൊ ഇവരുടെ കേസിൽ
ഒപ്റ്റിക്കൽ ജോമെട്രിക്കൽ മാത്രമേ പഠിക്കാനുള്ളൂ, കൺഫർമേഷൻ ഇല്ല, സിംഗിൾ ബോണ്ടിന് റൊട്ടേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട്. ഒപ്റ്റിക്കൽ ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലും ഓർഗാനിക് കെമിസ്ട്രിയിലെ പോലെ തന്നെ ഐസോമറിസം ഉണ്ട്, സ്ട്രക്ചറലും ഉണ്ട്, സ്റ്റീരിയോയും ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ലിസ്റ്റ് വേരിയസ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം പോസിബിൾ ഫോർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഗിവിംഗ് ആൻ എക്സാമ്പിൾ ഓഫ് ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോരോന്നും തുടങ്ങാം. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമറിസം ആണ് അയോണൈസേഷൻ ഐസോമറിസം. നമുക്ക് എക്സാമ്പിളിലൂടെ എളുപ്പം സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും. CONH3 5 times SO4Br and CONH3 5 times BrSO4. ഈ രണ്ട് കോംപ്ലക്സുകളും എടുത്താൽ ഒരു കൊബാൾട്ട് ഉണ്ട് രണ്ടിനകത്തും, മെറ്റൽ. There will be 5 NH3 ligands in both these cases. SO4 എന്ന് പറയുന്ന ഒരു മൊയിറ്റി ഉണ്ട്, Br ഉണ്ട്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, എക്സാക്ട്ലി സെയിം ആണ്. Then what is the difference between these two complexes? In the first complex സൾഫേറ്റ് ലിഗാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബ്രോമിൻ എന്ന് പറഞ്ഞാൽ കൗണ്ടർ അയോൺ ആണ്, അയോണിക് സ്പിയർ എന്ന് പറയാം. In the second case bromine act as ligand whereas sulfate is act as counter ion. അപ്പൊ എന്തിന്റെ ഡിഫറൻസാ? മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, സെയിം മോളിക്കുലർ ഫോർമുല. പക്ഷേ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി കോർഡിനേഷൻ സ്പിയർ എക്സ്ചേഞ്ച് ഓഫ് ലിഗാൻഡ് ടേക്സ് പ്ലേസ്. ഇൻസൈഡ് ആൻഡ് outside the coordination sphere exchange of ligands. ടെക്സ്റ്റ് ബുക്കിൽ ഈ ലിഗാൻഡുകൾക്ക് ഒരു പ്രത്യേക പേര് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ നോൺ ആസ് പൊട്ടൻഷ്യൽ ലിഗാൻഡ്സ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എക്സ്ചേഞ്ച് ഓഫ് ലിഗാൻഡ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് അതിനെ അയോണൈസേഷൻ ഐസോമറിസം എന്ന് വിളിക്കാം. അപ്പൊ അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അകത്തും പുറത്തുമുള്ള ലിഗാൻഡിന്റെ എക്സ്ചേഞ്ച്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ കോംപ്ലക്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് CONH3 5 times SO4 പ്ലസ് എന്നും Br മൈനസ് എന്ന് പറയുന്ന ഒരു അയോണും ഉണ്ടാകും. അപ്പൊ പുറത്ത് Br മൈനസ് അയോൺ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തതിൽ CONH3 5 times Br 2 പ്ലസ് പ്ലസ് SO4 2 മൈനസ് ആണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന അയോൺസ് വ്യത്യസ്തമാണ്. അയോൺസ് പ്രൊഡ്യൂസ്ഡ് ഇസ് ഡിഫറെന്റ്. Produced ions in solution is different. അപ്പൊ സൊല്യൂഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എക്സാമ്പിൾ എഴുതാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഐസോമറിസം ആണ് ഹൈഡ്രേറ്റ് ഓർ സോൾവേറ്റ് ഐസോമറിസം. വളരെ എളുപ്പമാണ്. എക്സാമ്പിൾ ആണ് COH2O 6 times Cl3 and COH2O 5 times Cl2H2O. ഈ രണ്ട് കോംപ്ലക്സുകളും നോക്കിയാൽ തന്നെ നമുക്ക് അവരുടെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കോംപ്ലക്സിലും രണ്ടാമത്തെ കോംപ്ലക്സിലും ഒരു കൊബാൾട്ട് ഉണ്ട്, 6 H2O ഉണ്ട്, 3 Cl ഉണ്ട്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, സെയിം മോളിക്കുലർ ഫോർമുലയാണ്. Then what is the difference? അകത്തും പുറത്തുമുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണം വ്യത്യാസമാണ്. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി കോർഡിനേഷൻ സ്പിയർ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി കോർഡിനേഷൻ സ്പിയർ difference in water molecule. Difference is water molecule. വാട്ടർ മോളിക്യൂളിന്റെ എണ്ണം അല്ലെങ്കിൽ വാട്ടർ ഓഫ് ഹൈഡ്രേഷന്റെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും. സാധാരണ നമ്മൾ കൂടുതലും സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടർ ആയതുകൊണ്ടാണ് വാട്ടർ മോളിക്യൂളിന്റെ എണ്ണം, അതാണ് ഹൈഡ്രേറ്റ് എന്നൊരു വാക്ക് തന്നെ കൊടുക്കാൻ കാരണം. വാട്ടർ, സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളിന്റെ എണ്ണം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കോർഡിനേഷൻ സ്പിയർ വ്യത്യസ്തമായിരിക്കും. അല്ല എങ്കിൽ സോൾവെന്റ് മോളിക്യൂൾ, വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണെന്നറിയാം, സോൾവെന്റ് മോളിക്യൂൾ ആയ വാട്ടറിന്റെ എണ്ണത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഐസോമർ ആണ് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി
മൂന്നാമത്തെ ടൈപ്പാണ് ലിങ്കേജ് ഐസോമറിസം. തേർഡ് ടൈപ്പ് ഐസോമറിസം ഇസ് ലിങ്കേജ് ഐസോമറിസം. അതിനൊരു എക്സാമ്പിൾ CO NH3 5 times NO2, കൊബാൾട്ട് +3 ആണ്, NO2ന്റെ ചാർജ് -1 ആണ്. അപ്പൊ കൊബാൾട്ടിന്റെ +3യും NO2ന്റെ ഇത് +3 ആണ്. ദിസ് വിൽ ബി -1. അപ്പോൾ ഓൾ ടുഗെദർ +2 ചാർജ് വരും. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 ക്ലോറിൻ പുറത്തിട്ടു. ആൻഡ് CO NH3 5 times ONO Cl2. നോക്കിയാൽ അറിയാം, രണ്ടിലും ഓരോ കൊബാൾട്ട് ഉണ്ട്, 5 അമോണിയ ഉണ്ട്, ഓരോ NO2 ഗ്രൂപ്പ് വീതമുണ്ട്, ഫ്ലോറിനും 2 എണ്ണം ഉണ്ട്. സെയിം മോളിക്കുലർ ഫോർമുലയാണ്. ഇനി വ്യത്യാസം എന്താ? ഒന്നാമത്തെ കോംപ്ലക്സിൽ നൈട്രിറ്റോ ലിഗാൻഡിന്റെ നൈട്രജന്റെ ലോൺ പെയർ ആണ് കൊബാൾട്ടുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തതിൽ ഓക്സിജന്റെ ലോൺ പെയർ ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതായത് ലിഗാൻഡും സെയിം തന്നെയാണ്, പക്ഷെ ലിഗാൻഡിൽ മെറ്റലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആറ്റം വ്യത്യസ്തമായിരിക്കും. മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഡിഫറൻസ് എന്താ? ഡിഫറൻസ് ഇൻ ദി ലിങ്കിങ് ആറ്റം ഓഫ് ദി സെയിം ലിഗാൻഡ് വിത്ത് സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ലിഗാൻഡിലെ ആറ്റം വ്യത്യസ്തമാണ് എങ്കിൽ ദാറ്റ് സോർട്ട് ഓഫ് ഐസോമറിസം ഇസ് കോൾഡ് ലിങ്കേജ് ഐസോമറിസം. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പം പറയാം, ലിങ്കേജ് ഐസോമറിസം എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ കോർഡിനേഷൻ സ്പിയറിനകത്ത് ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡ് നിർബന്ധമായിട്ടും വേണം. ആംബിഡെന്റേറ്റ് ലിഗാൻഡ്, ദിസ് ഇസ് നെസസറി കണ്ടീഷൻ. There must be an ambidentate ligand present inside the coordination sphere. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലക്സുകളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ കോർഡിനേഷൻ സ്പിയറിനകത്ത് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് നിർബന്ധമായി വേണം. നാലാമത്തെ ടൈപ്പാണ് കോർഡിനേഷൻ ഐസോമറിസം. സാധാരണ ഡബിൾ കോംപ്ലക്സുകളാണ് കോർഡിനേഷൻ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാറുള്ളത്. ഡബിൾ കോംപ്ലക്സ് നമ്മൾ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളത് ഒറ്റ കോർഡിനേഷൻ സ്പിയർ ഉള്ള കോംപ്ലക്സുകൾ. അപ്പൊ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ അതിന് മുൻപിലോ പുറകിലോ പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഉള്ള അയോണിക് സ്പിയർ അല്ലെങ്കിൽ കൗണ്ടർ അയോൺസ് ഉണ്ടായിരിക്കും. എന്നാൽ ചില കോംപ്ലക്സുകളിൽ ഫോർ എക്സാമ്പിൾ CONH3 6 CrCN6 ഈ കോംപ്ലക്സിനെ നമ്മൾ ഡബിൾ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് CONH3 6 എന്ന് പറയുന്ന ആ കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് +3 ആയിരുന്നു. അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി -3 ചാർജുള്ള മറ്റൊരു കോർഡിനേഷൻ സ്പിയർ ഉപയോഗിച്ച് കപ്പിൾ ചെയ്തിരിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾക്ക് ഡബിൾ കോംപ്ലക്സ് എന്ന് വിളിക്കും. ഡബിൾ കോംപ്ലക്സുകളിലെ ലിഗാൻഡുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഐസോമറിസമാണ് കോർഡിനേഷൻ ഐസോമറിസം. കണ്ടോ, ശരിയാണ്. അവിടെ തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നാണ് പറയുന്നത്. മെറ്റൽ ന്യൂക്ലിയസ് ആണ്, സെൻട്രൽ പാർട്ടാണ്. മെറ്റൽ അല്ല മാറുന്നത്, ലിഗാൻഡ് ആണ് മാറുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും സ്ട്രക്ചർ എഴുതുമ്പോൾ സമയത്ത് പോസിറ്റീവ് പാർട്ടിനെ ആദ്യം എഴുതേണ്ടത് കൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ തിരിച്ച് ലിഗാൻഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് എഴുതേണ്ടതിന് പകരം മെറ്റൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന എഴുതി കഴിഞ്ഞാൽ തെറ്റായിരിക്കും. കാരണം ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എഴുതുന്ന സമയത്ത് പോസിറ്റീവ് പാർട്ടിന്റെ ഭാഗം ആദ്യം എഴുതിയിട്ട് നെഗറ്റീവ് പാർട്ട് എഴുതാവുള്ളൂ. അതുകൊണ്ടാണ് തിരിച്ചെഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലിഗാൻഡിന്റെ എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് inside and outside the coordination sphere. Ligand exchange takes place inside and outside the cationic and anionic coordination sphere. ആദ്യത്തെ പോസിറ്റീവ് പാർട്ടുള്ള കോർഡിനേഷൻ സ്പിയറിനെ കാറ്റോണിക് സ്പിയർ എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജ് ഉള്ളതാണെങ്കിൽ ആനിയോണിക് സ്പിയർ എന്ന് വിളിക്കും. ഇപ്പൊ കാറ്റോണിക് സ്പിയറിന്റെയും ആനിയോണിക് സ്പിയറിന്റെയും കോർഡിനേഷൻ സ്പിയറിലെ ലിഗാൻഡുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഐസോമറിസം ആണ് കോർഡിനേഷൻ ഐസോമർ. അപ്പൊ നിങ്ങൾക്ക് കോർഡിനേഷൻ ഐസോമറിസം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഡബിൾ കോംപ്ലക്സുകളാണ്, 2 കോർഡിനേഷൻ സ്പിയർ ഉള്ള കോംപ്ലക്സുകളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് കാറ്റോണിക് ആനിയോണിക് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ഡബിൾ കോംപ്ലക്സിന്റെ ഐസോമറിസം കോർഡിനേഷൻ ഐസോമറിസം ആണ്. 4 ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്. അയോണൈസേഷൻ, ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവേറ്റ്, ലിങ്കേജ് ഐസോമറിസം
ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് കോർഡിനേഷൻ ഐസോമറിസം. ഇതാണ് ചോദ്യം. 4 ടൈപ്പുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രക്ചറൽ ഐസോമറിസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എഴുതുന്ന സമയത്ത് എപ്പോഴും ഒരു എക്സാമ്പിൾ ഉൾപ്പെടെ എഴുതുന്നതായിരിക്കും ബെറ്റർ. ഇനി സ്ട്രക്ചറൽ ഐസോമറിസം കഴിഞ്ഞാൽ ഇനി വരേണ്ടത് സ്റ്റീരിയോ ഐസോമറിസം ആണ്. അപ്പൊ നമുക്ക് സ്റ്റീരിയോ ഐസോമറിസത്തിലേക്ക് പോകാം. ഡ്രോ ദി സ്ട്രക്ചേഴ്സ് ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സുകൾ. ഈ 2 സ്ട്രക്ചറുകളുടെയും ജോമെട്രിക്കൽ ഐസോമറിസം വരയ്ക്കാനാണ്. ഇത് രണ്ടും ഇട്ടിരിക്കുന്നതിന്റെ കാരണം ഒരു പ്രത്യേകതരം ജോമെട്രിയാണ്. കോർഡിനേഷൻ നമ്പർ രണ്ടുപേരുടെയും 6 ആണ്. ഇതിന്റെയും കോർഡിനേഷൻ നമ്പർ 6 ആണ്, രണ്ടാമത്തേന്റെയും കോർഡിനേഷൻ നമ്പർ 6 ആണ്. സോ ഡെഫിനറ്റ്ലി ഇവർ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സുകളായിരിക്കും. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സുകളിലെ ഈ ഒരു ടൈപ്പിന് നമ്മൾ MA3B3 ടൈപ്പ് എന്നാണ് പറയേണ്ടത്. MA3B3 ടൈപ്പിനും there can be 2 geometrical isomerism. 2 geometrical isomers. അവർക്ക് സിസ് എന്നും ട്രാൻസ് എന്നും അല്ല വിളിക്കേണ്ടത്. 1 facial isomer and 1 meridional isomer. അപ്പോൾ ഫേഷ്യൽ ഐസോമർ എന്നും മെറിഡിയോണൽ ഐസോമർ എന്നുമാണ് അതിനെ വിളിക്കേണ്ടത്. അപ്പോൾ സ്പെഷ്യൽ നെയിം ആണ്. യൂഷ്വലി നമ്മൾ സിസ് ട്രാൻസ് എന്നാണ് പറയുന്നത്, പക്ഷെ ദിസ് ടൈപ്പ് ഓഫ് സ്പീഷീസ് ആർ കോൾഡ് ഫേഷ്യൽ ആൻഡ് മെറിഡിയോണൽ ഐസോമർ. നമുക്കത് വരച്ചു നോക്കാം. ഫേഷ്യൽ കൊബാൾട്ട്, അതിൻ്റെ 6 കോർഡിനേഷൻ സൈറ്റുകൾ, അതിൽ NH3 NH3 NH3, ഇവിടെ Cl Cl Cl. നോക്കിയാൽ അറിയാം സിമിലർ ലിഗാൻഡുകൾ ഒരു ഒക്ടാഹീഡ്രലിന്റെ ട്രയാങ്കിൾ ഫേസുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫേഷ്യൽ ഐസോമർ. സിമിലർ ആയിട്ടുള്ള ലിഗാൻഡുകൾ ഏതൊക്കെയാണോ സിമിലർ ലിഗാൻഡുകൾ അത് ഒരു ട്രയാങ്കിളിന്റെ ഒരു ഒക്ടാഹീഡ്രലിന്റെ ട്രയാങ്കിൾ ഫേസിൽ വന്നാൽ നമ്മൾ ഇതിനെ ഫേഷ്യൽ ഐസോമർ എന്ന് വിളിക്കും. അങ്ങനെയല്ല സിമിലർ ലിഗാൻഡ് മെറിഡിയണലിലൂടെയാണ് പാസ് ചെയ്യുന്നത് NH3, പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഡയഗണലിൽ വരച്ചാൽ മതി NH3 NH3 Cl Cl Cl. ഇതാണെങ്കിൽ മെറിഡിയോണൽ ഐസോമർ എന്ന് വിളിക്കും. അപ്പം വരയ്ക്കാനാണ് ചോദിച്ചത്. അപ്പം സിസിന്റെയും ട്രാൻസും പോലെ ഫേഷ്യലും മെറിഡിയോണലിന്റെയും ഫിഗർ വരയ്ക്കുക. അത് ഒന്നാമത്തതിന്റെ എക്സാമ്പിൾ. രണ്ടാമത്തത് CO Cl2 En twice plus. CO Cl2 En twice plus. നമുക്കിതിനെ നമ്മൾ ഒരു കുറച്ചുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാൻ ഇങ്ങനെ എഴുതാം. CO En twice Cl2 പ്ലസ് എന്ന് തിരിച്ചെഴുതിയാലും തെറ്റൊന്നുമില്ല. ഇപ്പൊ സെൻട്രൽ ദർ വിൽ ബി എ മെറ്റൽ ആറ്റം M. എത്തിലീൻ ഡയമീൻ ഒരു സിമെട്രിക്കൽ ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. സോ ഐ എം ഗോയിങ് ടു പുട്ട് ഇറ്റ് ലൈക്ക് ദിസ് AA twice B2. അപ്പം MAA twice B2. ഇവർക്ക് 2 ഐസോമർ ഉണ്ട്. ഒരു സിസ് ഐസോമറും ഉണ്ട്, ഒരു ട്രാൻസ് ഐസോമറും ഉണ്ട്. നമ്മൾ അതിനെ സിസിന്റെയും ട്രാൻസിന്റെയും ഫിഗർ വരയ്ക്കാൻ പോവാണ്, അല്ലെങ്കിൽ അതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. കൊബാൾട്ട്, there are 6 കോർഡിനേഷൻ സൈറ്റ്. സിസ് ആണ് എങ്കിൽ എത്തിലീൻ ഡയമീൻ രണ്ടും ഒരേ സൈഡിൽ വരയ്ക്കണം. എത്തിലീൻ ഡയമീൻ ഒരേ സൈഡിൽ, ക്ലോറിൻ രണ്ടും ഒരേ സൈഡിൽ. This is the cis isomer. Cis isomer. ചാർജ് പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുകളിൽ ഒരു പ്ലസ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിന്റെ ട്രാൻസ് ഐസോമർ. സെൻട്രൽ ദർ വിൽ ബി എ കൊബാൾട്ട് മെറ്റൽ which is surrounded by 6 ligand. ലിഗാൻഡുകൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് എങ്കിൽ ട്രാൻസ് ഐസോമർ. Cl രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട്, എത്തിലീൻ ഡയമീൻ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചാൽ ഇത് ട്രാൻസ് ഐസോമർ ആണ്. ദിസ് ഇസ് മൈ ട്രാൻസ് ഐസോമർ. അപ്പൊ അതിന്റെ സിസിന്റെ ഫിഗറും ട്രാൻസിന്റെ ഫിഗറും. അപ്പൊ സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടുള്ള 2 കോർഡിനേഷൻ നമ്പർ 6ന്റെ 2 ചിത്രങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് MA3B3 ടൈപ്പിന്റെ ഫേഷ്യൽ മെറിഡിയോണലും, 2 ഈ MAA twice B2ന്റെ സിസ് ട്രാൻസ് വേർഷനും. കാരണം ഇതിൽ ഒരെണ്ണം ഒപ്റ്റിക്കലി ആക്റ്റീവും ഒരെണ്ണം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. സിസ് ഫോം എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സിസ് ഫോം ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് ബിക്കോസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. Transform is optically inactive. Transform is optically inactive due to
സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അപ്പൊ അതും കൂടെ ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത് രണ്ട് ചെറിയ ചോദ്യങ്ങളാണ്, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഐസോമറിസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സസ് ക്യാൻ ഫോം ഡി ആൻഡ് എൽ ഐസോമർ? അപ്പൊ ഡി എന്ന് പറയുന്നത് ഡെക്സ്ട്രോയെ ഇൻഡിക്കേറ്റ് ചെയ്താണ്, എൽ ഉദ്ദേശിക്കുന്നത് ലേവോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തന്നെ അറിയാം ഇത് ഒപ്റ്റിക്കൽ ഐസോമറിസവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒപ്റ്റിക്കൽ ഐസോമറിസമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് ഇന്ന് കുറച്ച് വളച്ചു പിടിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഡി ആൻഡ് എൽ ഐസോമർ എക്സിബിറ്റ് ചെയ്യുന്ന ആര്? വിച്ച് among the following can show optical isomerism? അതാണ് ചോദ്യം. ഇനി ഇത് ഏത് ടൈപ്പാ? MA3B3 ടൈപ്പ് ആണ്. MA3B3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. സിസും ട്രാൻസും അല്ല, ഫേഷ്യൽ മെറിഡിയനിൽ കാണിക്കുന്ന ജോമെട്രിക്കലിന് എക്സാമ്പിൾ ആണ്. ഇതാണെങ്കിലോ MA4B2 കാറ്റഗറിയാണ്. MA4B2 ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. ഒരു സിസും ഒരു ട്രാൻസും കിട്ടും. ഇതോ സിസ് MAA twice B2 and this one is trans MAA twice B2. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ദീസ് ടു ആർ ജോമെട്രിക്കൽ. അപ്പൊ ഇതല്ല ആൻസർ വരുന്നത്. ഇനി MAA twice B2ന്റെ സിസ് ഫോം ഓപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും, ട്രാൻസ്ഫോം ഓപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല. റീസൺ ഉൾപ്പെടെ പഠിച്ചു വെക്കണം ഫൈനൽ എക്സാമിനേഷന് വേണ്ടി. സിസ് ഫോം ഒബ്ജക്റ്റും അതിന്റെ മിറർ ഇമേജും തമ്മിൽ സൂപ്പർ ഇമ്പോസിബിൾ അല്ല, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. സോ ദേ വിൽ ഷോ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം. ട്രാൻസ് ആണെങ്കിൽ ഒബ്ജക്റ്റും മിറർ ഇമേജും സൂപ്പർ ഇമ്പോസിബിൾ ആയതുകൊണ്ട് അവർ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാറില്ല. അപ്പൊ ട്രാൻസ്ഫോം നെവർ ഫോം ഒപ്റ്റിക്കൽ ഐസോമറിസം. ട്രാൻസ്ഫോം കാണിക്കാറില്ല. അപ്പൊ പിന്നെ കാണിക്കുന്നത് ആരായിരിക്കും? സിസ് ഫോം ആണ് ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ സിസ് ഫോം എക്സിബിറ്റ് ഐസോമറിസം, ട്രാൻസ്ഫോം നെവർ എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ഐസോമറിസം. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആണ്. സി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഒരു ചോദ്യം, ഇതും ഒരു DMCQ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ടൈപ്പ് ചോദ്യമാണ്. ദ ടൈപ്പ് ഓഫ് ഐസോമറിസം ദാറ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ CONH3 5 times SO4Br, CONH3 5 times BrSO4. പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അകത്തും പുറത്തുമുള്ള ബ്രോമിനും സൾഫേറ്റും അല്ലേ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡിൽ ഉണ്ടായിരുന്ന സൾഫേറ്റ് പുറത്തേക്ക് വന്നു, പുറത്തുള്ള ബ്രോമിൻ അകത്തേക്ക് പോയി. വിത്തൗട്ട് ചേഞ്ചിങ് ദ മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുലയിൽ ഒരു മാറ്റവും ഇല്ല. അകത്തും പുറത്തുമുള്ള ലിഗാൻഡുകളുടെ എക്സ്ചേഞ്ച് അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ലിഗാൻഡുകളുടെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ലിഗാൻഡിന്റെ എക്സ്ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഐസോമറിസത്തിന് നമ്മൾ അയോണൈസേഷൻ ഐസോമറിസം എന്നാണ് പറയേണ്ടത്. സോ ഹിയർ ഓൾസോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അയോണൈസേഷൻ ഐസോമറിസം. അപ്പോൾ ഓർത്ത് വെച്ചേ, ഐസോമറിസം എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ചാപ്റ്ററിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഫൈനൽ എക്സാമിനേഷന് വരുന്ന ഒരു ഭാഗം കൂടിയാണ്. ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പൊ അതിൽ ലിഗാൻഡുകളുടെ ക്ലാസിഫിക്കേഷൻ മുതൽ നോമൻക്ലേച്ചറിന്റെ ഭാഗം, അതുപോലെ തന്നെ ഐസോമറിസം സ്ട്രക്ചറിലും സ്റ്റീരിയോയും. ലാസ്റ്റ് ഇയറിന്റെ CBSEയുടെയും സ്റ്റേറ്റ്സുകാരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, അതിനകത്ത് നിന്ന് ഐസോമറിസത്തിനകത്ത് നിന്ന് കുറച്ചേറെ മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ആദ്യത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്ത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട് തമ്മിലുള്ള വ്യത്യാസം, കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ടെർമിനോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ലിഗാൻഡ്, കോർഡിനേഷൻ നമ്പർ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ നോമൻക്ലേച്ചർ, പേര് തന്നിട്ട് നെയിം ചെയ്യാനും സ്ട്രക്ചർ തന്നിട്ട് നെയിം ചെയ്യാനും ഒക്കെയുള്ള തിരിച്ചു മറിച്ചുള്ള ചോദ്യങ്ങൾ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നോമൻക്ലേച്ചറിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ഐസോമറിസത്തിന്റെ ഭാഗത്തേക്ക് കടന്നു, സ്ട്രക്ചറിലും സ്റ്റീരിയോ ഐസോമറിസം, അവിടെ വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്ന രണ്ടാമത്തെ പാർട്ടിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നതും വാലൻസ് ബോണ്ട് തിയറിയുടെ ഭാഗത്തു നിന്നാണ്. തിയറി, ബോണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള തിയറി, വാലൻസ് ബോണ്ട് തിയറി, അതിനുശേഷം അതിന്റെ ഡിമെറിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതിന്റെ ഡ്രോബാക്സ് കഴിഞ്ഞ് മെറ്റൽ കാർബണൈൽസിനെ പറ്റി കുറച്ച് ഭാഗം, അത് കഴിഞ്ഞിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ആപ്ലിക്കേഷൻ. ഇത്രയാണ് ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത്
ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് വായിക്കണം. NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഇൻടെക്സ്റ്റ് ക്വസ്റ്റിനും പുറത്തുള്ള എക്സസൈസ് ക്വസ്റ്റിനും വർക്കൗട്ട് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.